മിഷൻ ഡിഗ്രി പ്രിലിംസ് അത് ഇനി നടക്കാൻ പോകുന്ന എക്സാംസിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ ഏതൊക്കെയാണുള്ളത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് SIയുടെ എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠനം തുടങ്ങുകയാണ് നമ്മുടെ ചാനലിൽ. മറ്റൊന്നുമല്ല, നമ്മളിന്നൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ഈ അടുത്ത് നടന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ ഒരു വലിയ എക്സാമാണ്. മറ്റൊന്നുമല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വർക്കൗട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 10-40 മിനിറ്റോളം ഉണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മുടെ എക്സാംസിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ PDF എവിടെ കിട്ടും? നമ്മളെ എജു ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ എജു ഓൺ പത്രവാർത്ത ടെലിഗ്രാം ചാനലുണ്ട്, അവിടെയും കൊടുത്തിട്ടുണ്ട്. എജു ഓൺ ലേണിംഗ് ഈ ടെലിഗ്രാം ചാനലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൊടുക്കാറുണ്ട്. ഇതിന് തന്നെ പത്രവാർത്തയുടെ ടെലിഗ്രാം ചാനലുണ്ട്, എജു ഓൺ പത്രവാർത്ത എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം, KSൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഇതാണ്. ഈ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്, ഇത് ഒരു കൺസെപ്റ്റാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇതുപോലെ ഒരുപാട് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദിച്ചിട്ടുണ്ട് ബാങ്ക് എക്സാമിൻ്റെ. നമ്മളെന്താണ്, നമ്മൾ 4 വീലറിൻ്റെ ചോദിച്ച് നമ്മൾ കാറ് മാത്രം എടുത്ത് ചെയ്ത് നോക്കും. അപ്പോഴാണ് ഇവർ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാവല്ലേ. നമ്മൾ വിചാരിക്കും KS PSCയുടെ എക്സാംസ് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നെഗേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിക്കും നമ്മൾ ചില ഇലക്ട്രോണിക്സിലൊക്കെ പഠിക്കാറുണ്ട്. ഒരു ലോ ഉണ്ട്, ആ ലോ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആൻഡ് ഓർ ആവും, അങ്ങനെയൊക്കെയുള്ളത്. സോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു കോമൺ ഡിഫറൻസ്. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത്? കോമൺ ടേമാണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു സീരീസ് എഴുതുക, അതിൽ 100th ടേം കണ്ടുപിടിച്ചാൽ മതി. ഇതൊക്കെ ലോജിക്കൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ ഒന്നും നമ്മുടെ മനസ്സിൽ വരില്ല, അല്ലേ ഉള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചില ചോദ്യങ്ങൾ ക്ലോക്ക് ഉണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നതൊന്നുമല്ല. എനിക്ക് ഒരു പ്രത്യേക ലോജിക്ക് കിട്ടിയ ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇതിലെന്താ ചോദ്യമുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. എക്സ് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യ നോക്കി. നാച്ചുറൽ നമ്പറിൻ്റെ ഡിഫറൻസ് നോക്കി. സ്വാഭാവിക സംഖ്യ നാച്ചുറൽ നമ്പറാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ഇറ്റ്സ് റിവേഴ്സ് ഈസ് 99 എന്നാണ് ചോദിച്ചത്. പലപ്പോഴും നമ്മളെന്താണ്, ഒരു 2 ഡിജിറ്റ് നമ്പർ കാണുമ്പോൾ അതിന് ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ 3 ഡിജിറ്റ് ആണ്. 3 അക്ക സംഖ്യയുടെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ലോജിക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിവിടെ റാൻഡം ചെക്സ് നടത്തി നോക്കി. റാൻഡം ആയിട്ട് കുറേ 3 ഡിജിറ്റ് നമ്പർ 3 അക്ക സംഖ്യയല്ലേ, തിരിച്ചൊന്ന് എഴുതി നോക്കി. ഞാനിവിടെ നോക്കി 145 തിരിച്ചിട്ടപ്പോൾ 541 ഡിഫറൻസ് ഞാൻ എടുത്ത് നോക്കി. 9 കിട്ടി. ഇവിടെ നമുക്കിവിടെ 9 അല്ല, ഇവിടെ 6 അല്ലേ. ഇവിടെ 9, ഇവിടെ 6 കിട്ടി. നമുക്കിവിടെ 5 ഓറും 9. ഇവിടെ 2 അല്ലേ, 4 1 പോയാൽ 396 കിട്ടി അല്ലേ. ഈ 396 നമുക്ക് കിട്ടി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 396 നമുക്ക് അവിടെ നിൽക്കട്ടെ. അതേപോലെ 321 ഞാൻ 123 അല്ലേ, എളുപ്പമാണ്. റിവേഴ്സ് ചെയ്ത് നോക്കി നമുക്കിവിടെ. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടിയെന്ന് നോക്കിയപ്പോൾ 8 അല്ലേ കിട്ടിയത്. 8 അവിടെ 396 നമുക്ക് ഓർമ്മയുണ്ടല്ലേ. 396 നമുക്ക് കിട്ടിയ ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. 8 നമുക്കിവിടെ 9 കിട്ടും. നമുക്കിവിടെ 198 നോക്കി. ഈ 198 ഒരു പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു നമ്പർ 3 ഡിജിറ്റ് നമ്പറിനെ റിവേഴ്സ് ചെയ്ത് തിരിച്ചെഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 99ൻ്റെ മൾട്ടിപ്പിളാണ്. എഴുതി വെച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ സിസ്റ്റത്തിലെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 3 ഡിജിറ്റ് നമ്പറിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യത്യാസം എപ്പോഴും 99ൻ്റെ മൾട്ടിപ്പിളാണ്. 99 എന്ന് പറഞ്ഞാൽ 11 × 9 അല്ലേ. അപ്പോൾ 2 11ലും 9ലും പോകും. ഇവിടെ നോക്കി 99ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു. 99 എത്ര? 198. 99 × 2. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 145 അല്ലേ ഉള്ളത്. ഈ 145നെ 541 ആക്കി ഡിഫറൻസ് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 396 കിട്ടിയപ്പോൾ ഈ 396 എത്രയാണ്? 99 × 4. 99 × 4. ഈ 2 കാര്യങ്ങൾ റാൻഡം ചെക്ക് നടത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നിങ്ങൾക്ക് ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറേ കൺസെപ്റ്റ് അറിയില്ലെങ്കിലും കുറച്ച് 2 നമ്പർ ചെയ്ത് നോക്കാനുള്ള സാവകാശം നിങ്ങൾക്ക് എക്സാമിനുണ്ടോ കിട്ടും. സോ ഞാനൊക്കെ SSC ബാങ്ക് ടെസ്റ്റ് ക്ലിയർ ചെയ്ത സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൺസെപ്റ്റ് ഒന്നും അറിയില്ല. ഞാൻ വെറുതെ റാൻഡം ആയിട്ട് നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതാണ് ഒരു സക്സസ്ഫുൾ ആവുന്നത്. ഒരു വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 99 × 2. ഈ 2 ശരിക്കും നിങ്ങൾ നോക്കണം കേട്ടോ, വ്യത്യാസമാണ് കേട്ടോ. 99 × 4. ഇവിടെ ശരിക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 എന്ന് പറയുന്നത് ഈ 3ഉം 2ൻ്റെയും 3ൻ്റെയും 1ൻ്റെയും വ്യത്യാസമാണ്. ഇവിടെ 3 2 വന്നാൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. 145 അല്ലേ ഉള്ളത്. നമ്മൾ 145 ഒക്കെ തിരിച്ചൊക്കെ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വ്യത്യാസം എന്തോ കിട്ടി. ഇവിടെ 99 ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്.
ഇവിടെ വ്യത്യാസം 99 അല്ലേ ഉള്ളത് അല്ലേ, ഇവിടെ 99 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് 99 × 4 ആണ്. ഈ വ്യത്യാസം ഉണ്ടല്ലോ, നമ്മളെത്ര 396, 99 × 4, ഈ 4ലാണ് പ്രത്യേകത കിടക്കുന്നത്. ഈ 4 എന്ന് പറയുന്നത് 99 എത്രയാണോ നമുക്ക് കിട്ടുന്ന വ്യത്യാസം, ആ വ്യത്യാസത്തിൽ എത്ര 99 ഉണ്ട്, ആ നമ്പറാണ് ഈ നോക്കി 1, 5ൻ്റെ വ്യത്യാസം. ഈ 4 നിങ്ങൾ നോക്കണ്ട, പലപ്പോഴും നമ്പർ മാറി മാറി വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ABC എന്ന് കിട്ടിയിട്ടുണ്ട്. ABCനെ തിരിച്ച് എഴുതി വെച്ചു, CBN തിരിച്ച് എഴുതി വെച്ചു. നമുക്കൊരു ഡിഫറൻസ് കിട്ടി. ഇവിടെ 99 ആണ് കിട്ടിയത്, ഇവിടെ ക്വസ്റ്റിൽ 99 ആണ്. ഈ 99 ശരിക്കും എത്രയാണ്? 99 എത്രയാണ്? 1 അല്ലേ ഉള്ളൂ. ചിലത് 2 ആവാം, 3 ആവാം. ഇവിടെ 1 കിട്ടിയതുകൊണ്ട് ഈ Aയും Cയും തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും പല കേസുകളിൽ ഞങ്ങൾ നമ്പർ റാൻഡം ആയിട്ട് നോക്കുകയാണെങ്കിൽ. നമുക്ക് നേരത്തെ 396 കിട്ടിയ പോലെ തന്നെ നമുക്ക് ആ 396 ശരിക്കും 4 ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ എന്തായിരുന്നു, ഇവിടെ 396 എന്ന് വന്നാൽ എന്താ ആൻസർ വരിക? ഇവിടെ ചോദ്യത്തിൽ 396 എന്ന് വരികയാണ്. ഡിഫറൻസ് 396 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് പ്ലേസിൻ്റെയും 10 അല്ലേ നമ്മുടെ 100 പ്ലേസിൻ്റെ അല്ലേ ചോദിച്ചിട്ടുള്ളത്, 100ൻ്റെയും യൂണിറ്റ് പ്ലേസിൻ്റെയും ഒറ്റയുടെ അക്കത്തിന് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ 396 ആണ് വ്യത്യാസം ചോദിച്ചാൽ, ഈ 396 99ൻ്റെ എത്ര മൾട്ടിപ്പിളാണ്? 9 4 36 വരിക. നോക്കി നോക്കാം, 36 3 4 മടങ്ങാണ്. ആ മടങ്ങ് ആണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ 4 ഇല്ലല്ലോ, നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ 99 ആയതുകൊണ്ട് 99 × 1 ആണ്, 1 ആണ് ആൻസർ വരിക. സോ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാവുന്നതാണ്. സോ ഈ ചോദ്യമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഈ ചോദ്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് കാർ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇപ്പം തന്നെ ചെയ്യാമല്ലോ. ഇവിടെ എൻ്റെ മലയാളം പറയാം, മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഭവം. ഇവിടെ റിട്ടേൺ ട്രാക്കിൽ ഈ ക്വസ്റ്റ്യനാണുള്ളത്. സോ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ബാങ്ക് എക്സാംസിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ എക്സാംസിന് ഏറ്റവും എന്താണ് തുടക്കത്തിൽ ഏറ്റവും പ്രയാസമുള്ള സെക്ഷനാണ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ. പക്ഷെ ചെയ്ത് എന്താണ് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യുന്ന ഒരു കാര്യമായി മാറി ഇവിടെ. പക്ഷേ ഈ കേസിന് കൊടുത്തത് കുറച്ച് പണിയായിരുന്നു, 8ൻ്റെ പണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. PSC ഇങ്ങനെയൊന്നും നമ്മളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഇതിൽ ശരിക്കും നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിഗ്രിയാണ്, എത്രയാണ് ആംഗിൾ കണ്ടുപിടിക്കണം. ഈ പെർസെൻറ്റേജ് × 18/5 ചെയ്താൽ ഡിഗ്രി കിട്ടും. എത്രയാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക? പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ × 18/5. ഇതൊരു ലോജിക്കാണ് കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ തീർച്ചയായും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് 9048679679. നമ്മുടെ മാത്സ് ക്ലാസ്സുകൾ ഇതാണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും 9048679679. അപ്പോൾ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 18/5 കൺവേർട്ട് ചെയ്താൽ ഡിഗ്രി ആവും. ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാറ് മാത്രം എടുത്ത് ചെയ്തു. കാർ ഇവിടെ പെർസെൻറ്റേജ് അല്ല കൊടുത്ത്, ഇവിടെ വാല്യൂ ആണ്. ദർ ഈസ് ഓൺലി വാല്യൂ, 100 ആണ് വാല്യൂ ഉള്ളത്. ഔട്ട് ഓഫ് എന്താണ്? ഔട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 100, 150, 200 അല്ലേ, 200, 320. ഈ 320 എത്ര പെർസെൻറ്റേജ് ആണ്? ഇതല്ലേ ഇൻറ്റു പെർസെൻറ്റേജ്. ഇതിന് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് PSC അല്ലെങ്കിൽ KSൻ്റെ എക്സാമിന് ആളുകൾ ചെയ്തിട്ടുണ്ട്, കാറ് മാത്രമല്ല അവർ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ബസ്സും കൂടി എടുത്താലേ ഉത്തരം കിട്ടുള്ളൂ. നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ കാറിൻ്റെ മാത്രമല്ല എടുക്കേണ്ടത്, ബസ്സിൻ്റെ കൂടി. ഞാൻ ഉത്തരം ചെയ്തപ്പോൾ ആ വാല്യൂ ഉള്ളൂ ഉത്തരത്തിൽ, മറ്റേതില്ല. എനിക്ക് 211.1 ഓർമ്മയുണ്ട്, ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ പിന്നെ ഞാൻ വെറുതെ ഒരു എന്തോ ആവട്ടെ, വെറുതെ ഞങ്ങളൊരു ഡിസ്കഷനിൽ, ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുന്നപ്പോൾ സമയത്ത് ഒരാൾ പറഞ്ഞു, ഇതിവിടെ നമുക്ക് ബസ് വിട്ട് നോക്കാം. ഓക്കെ, അത് നോക്കാം, ചെയ്യാൻ കിട്ടുമെന്ന് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്കി ഈ 150 ഉണ്ടല്ലോ, 150 എങ്ങനെ വന്ന്? കാറും ബസ്, ശരിക്കും ബസ് 4 വീലർ എന്നാണ് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത്. കാറും ബസ്സും 150 എടുത്തു. ഔട്ട് ഓഫ് മൊത്തം 320 ആണ്. ഇതാണ് പെർസെൻറ്റേജ് കേട്ടോ, × 100 × 18/5 ചെയ്താൽ മതി, ആൻസർ കിട്ടും. × 18/5 ചെയ്താൽ മതി. ഈ 0 കളഞ്ഞു, 10ൻ്റെ പകുതി 5, 42ൻ്റെ പകുതി 16, ഈ 5ഉം കളഞ്ഞു. നമുക്കിവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്കിവിടെ 16 അല്ലേ കിട്ടിയത്. 16ൻ്റെ പകുതി 8 വരും, 18ൻ്റെ പകുതി 9 വരും. സോ നമുക്കിവിടെ 8ൻ്റെ പകുതി, നമുക്ക് പകുതിയുടെ പകുതി 8 അല്ലേ, 4 90 ആക്കാം. ഇവിടെ 4, ഇവിടെ നമുക്ക് 45 അല്ലേ വരിക? അതെ, 45. ഇവിടെ വീണ്ടും നമുക്കിവിടെ 22.5 വരും. നോക്കാം, നമ്മൾ ചെയ്ത എവിടെയോ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അതിൽ എവിടെയോ ഒരു കാൽക്കുലേഷനിൽ ഒരു പിഴവ് പറ്റിയിട്ട് നോക്കാം. നമുക്കിവിടെ 55, 45, 45 -4, 9, 18, 22, 202.5 ഉണ്ടോ ഇവിടെ?
അതല്ലേ ഇവിടെ ഉണ്ട് 202.5. മറ്റേ ചെയ്താൽ 211 മുകളിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആൻസർ ഇല്ല. അപ്പോൾ അത് ബസ് 4 വീലർ ആണെന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. 4 ടയറുള്ള ബസ്സും ഉണ്ട്. പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ സ്പെല്ലിംഗ് ബി കോൺടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനത് ഒരുപാട് ആലോചിച്ചു. കാരണം നമ്മൾ ഈ ക്രിക്കറ്റ് കളി കാണും, IPL ഫുട്ബോൾ മാച്ചൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. 2 ടീം, ഇവിടെ 2 ടീം മാച്ച് ചെയ്തു, ഇവിടെ 2 ടീം ഗെയിം കളിച്ചു, ഇവിടുന്ന് വിജയെ തിരഞ്ഞെടുത്തു, ഇവർ തമ്മിൽ ഇങ്ങനെയല്ലേ നമ്മൾ ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ ഫൈനൽ മാച്ചിലേക്ക് ഒരാൾ വരും. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവും. ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു. ഇവിടെ ശരിക്കും ഇതിൽ സംഭവം നമ്മൾ പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരാൾ ബാറ്റ് ചെയ്യും, അയാൾ ഔട്ടല്ലേ, അയാൾക്കൊരു മറ്റാളൊരു ഓവർ കൊടുക്കും, ഇയാൾ ഔട്ടായിട്ടില്ലെങ്കിൽ ഇയാൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും ഇവിടെ ഒരാൾ മത്സരിച്ചു, മറ്റാൾ വേറെ 100 ആളിൽ കേട്ടോ. അപ്പോൾ ഇയാൾ വേറൊരാളോട് മത്സരിച്ചു, ഇയാൾ ജയിച്ചു, വേറെ ആൾ വന്നു ഇയാളോട് മത്സരിച്ചു, ഇയാൾ വീണ്ടും ജയിച്ചു. ഇതിങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് പോകുന്നത്. ഓക്കെ 100 participants entered a spell bee contest rounds where 2 participants compete each other every round. Each other ലോസർ എലിമിനേറ്റ് ചെയ്തു, വിന്നർ അങ്ങനെ പോയി എന്നാണ് പറഞ്ഞത്. ഇഫ് നൺ ഓഫ് ദ റൗണ്ട്സ് റിസൾട്ടിന് ടൈ ഡ്രോയിലൊന്നും ഇല്ലെങ്കിൽ ഹൗ മെനി റൗണ്ട്സ് ഡിസൈഡിലെ ഫൈനലിനാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളം ഇവിടെ നിങ്ങൾക്ക് കാണാം. എത്ര റൗണ്ടുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ എനിക്കിവിടെ 99 കിട്ടിയത്. എന്തായാലും PSCയുടെ ആൻസർ കീ വരട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ തീർച്ചയായിട്ടും 99 തന്നെ ആയിരിക്കും. ഒരാൾ മത്സരിച്ച് പോവുകയാണെങ്കിൽ എല്ലാവരും നോക്കി സമനിലയിലൊന്നുമില്ല, അന്തിമ വിജയികളെ എത്ര റൗണ്ടുകൾ കളിച്ചിട്ടുണ്ട്? 99. നോർമൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. കാരണം ഒരാൾ ജയിച്ചു, അടുത്ത ആൾ വന്നു, അപ്പോൾ ഇയാളെ എണ്ണം കുറച്ചാൽ മതിയല്ലോ അയാളുടെ മാച്ച്. ബാക്കിയുള്ള 99 ആളുകളോടുകൂടി ഇയാൾ മത്സരിക്കുക എന്നുള്ള രീതിയിൽ. കാരണം ഇതൊക്കെ വലിയ ആൻസറാണ്. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ 99 ആണ് ഇവിടെ ഉള്ളൊരു കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ഓർഡറിൽ തുടങ്ങാം അല്ലേ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 years ago the mother's age twice the age of എന്താ ചോദിച്ചിട്ട് ഡോട്ടറാണ്. അപ്പോൾ മദർ ഏജിൻ്റെ ഒരു റേഷ്യോ നമുക്ക് കണക്ട് ചെയ്യാം. അവിടെ മദർ ഡോട്ടർ അല്ലേ ഉള്ളത്. സോ മദർ ഡോട്ടർ 2:1 ആണല്ലേ, 2 times അല്ലേ, ട്വൈസ് 2:1. അതെ, എത്ര മുന്നെയാണ്? 15 ago ആണ്. സോ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 years from now 99 ആണ് സമ്മ്. മദറിൻ്റെയും സണ്ണിൻ്റെയും ഡോട്ടറിൻ്റെ ഏജ് 99 ആണ്. എപ്പോഴാണ്? 3 വർഷങ്ങൾക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ശേഷമാണ്. ഇപ്പം എത്രയാണ് വരിക? 3 വർഷങ്ങൾക്ക് ശേഷം 99 ആണെങ്കിൽ മകളുടെ വയസ്സൊന്ന് 3 കുറയും, അമ്മയുടെ വന്ന് 3 കുറയും. അല്ലാതെ വെറും 3 അല്ല കുറയും. എല്ലാവരും തിരിച്ചു വെക്കുന്നത് 99 3 കുറച്ചിട്ട് ഇതൊക്കെ ചെയ്തൊരു ഉത്തരം കിട്ടില്ല. സോ 2 ആളുകളുടെ തുക ചോദിച്ചിട്ട് 5 വർഷം മുന്നേ ആണെങ്കിൽ 5 5 10 കുറയും, 10 വർഷം മുന്നേ ആണെങ്കിൽ 10 10 20 കുറയും. ഇവിടെ 3 വർഷം മുൻപായതുകൊണ്ട് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? 3 വർഷം ശേഷമാണ് 99. സോ വാട്ട് ഈസ് എ പ്രസൻറ്റ് സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99 3 കുറയ്ക്കുക, അമ്മയുടെ വയസ്സ്, മകളുടെ വയസ്സ് 3 കുറയ്ക്കുക. അപ്പോൾ 6 കുറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? അവിടെ 93 ഇട്ടത് 93 6 99 93 ഇവിടെ പ്രസൻറ്റ് കിട്ടി. നമുക്ക് ഇനി ചെയ്യേണ്ടത് 15 കൊല്ലം മുൻപാണ്. 15 കൊല്ലം മുൻപാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെയും മകളുടെയൊക്കെ കുറയും, 15 വെച്ച് കുറയും, 30 വെച്ച് കുറയും, 93 30 കുറയുമ്പോൾ 63 വരിക. ഇവിടെ 63 എന്താ വരിക? 63 ആണ് നമ്മുടെ എന്താണ് മദർ ആൻഡ് ഡോട്ടറിൻ്റെ സമ്മാണ് 15 years ago. അപ്പോൾ നമുക്കിവിടെ ഇത് 2x 3x എടുക്കാം, അല്ലെങ്കിൽ 2 യൂണിറ്റ് 3 യൂണിറ്റ് എടുക്കാം, 1 യൂണിറ്റ് എടുക്കാം. 2 ഭാഗം 1 ഭാഗം 3 ഭാഗമാണുള്ളത്. അല്ലെങ്കിൽ 3x എടുക്കാം, 3 3x എടുക്കാം. 3x അല്ലെങ്കിൽ 3 ഭാഗം എന്ന് പറയുന്നത് 63 ആണെങ്കിൽ 1 ഭാഗം എന്ന് പറയുന്നത് എത്ര വരിക? ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരിക വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 21 വരിക. 21. അതായത് ഈ 21 ആണ് 1 യൂണിറ്റ് കിട്ടിയത്. ഒരു എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇപ്പോഴത്തെ വയസ്സിൻ്റെ വ്യത്യാസമാണ് ചോദിച്ചത്. ഇവിടെ വളരെ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ എപ്പോഴും 15 കൊല്ലം മുന്നത്തെ വയസ്സ് എടുത്ത് വെച്ചു കേട്ടോ. എല്ലാവരും 21 42 കിട്ടൂലേ. ഇനി ഇപ്പോഴത്തെ കണ്ടുപിടിക്കും. 15 കൊല്ലം മുന്നേ 42 21 ആണ്, അതൊക്കെ ഓക്കെയാണ്, ക്ലിയർ ആണ്, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെയും പ്ലസ് 15 കൂട്ടും. അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ദ ഡിഫറൻസ് ഓഫ് ഏജസ് വിൽ ബി ഓൾവേസ് സെയിം. നമ്മളെപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇത് ഒരു 10 കൊല്ലം മുന്നേയും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റനാണ്. സോ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റൻ അന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സംഭവമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. സോ ഡിഫറൻസ് എപ്പോഴും സെയിം ആണ്. അത് 15 കൊല്ലം മുന്നേ ഡിഫറൻസ് ആയാലും ഇപ്പോഴത്തെ ഡിഫറൻസ് ആയാലും സെയിം ആണ്. 15 കൊല്ലം മുന്നേ 42 21 വയസ്സ്.
അപ്പോൾ ഡിഫറൻസ് 21 തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എത്ര വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിഫറൻസും 5 വർഷം കഴിഞ്ഞാൽ ഡിഫറൻസ് എന്നാണ്. സൊസൈറ്റിയിൽ 100 മെമ്പറുണ്ട്. ഇതൊരു ഇങ്ങനെ ചെയ്യാം, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ 100 എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ചാലും മതി. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിരിക്കും എന്തൊക്കെ കൂട്ടിയിട്ട് കുറയ്ക്കണം എന്നുള്ളത്. അതായത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് 100 ആട്ടോ. നമ്മളെ പണ്ട് വെൻ ഡയഗ്രമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിൽ നമുക്കിവിടെ ക്രിക്കറ്റ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ക്രിക്കറ്റ് ഉണ്ട്, ഹോക്കി, വോളിബോൾ ഉണ്ട്. നമുക്കിത് ക്രിക്കറ്റ് ആക്കാം, ഇത് ഹോക്കി, ഇത് വോളിബോൾ ആക്കാം. ചെറിയൊരു പിക്ചർ ആയതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? തന്നിട്ടുള്ള പോയിന്റ് എന്താണ്? 100 നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? നോക്കി 100 നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് എന്തൊക്കെയുള്ളത്? സോ മലയാളം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മലയാളം കാണിച്ചു തരാം. ഇവിടെ 1 മെമ്പേഴ്സ് ഹോക്കി, 20 പ്ലേ ക്രിക്കറ്റ്, 20 ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ 20 ക്രിക്കറ്റ് മാത്രമാണ്. പിന്നെന്താ ഉള്ളത്? 30 ഹോക്കിയാണുള്ളത്, 30 ഹോക്കിയാണുള്ളത്. സോ 30 ഹോക്കി, 25 വോളിബോൾ, 25 വോളിബോൾ. നമുക്ക് സംഭവമൊക്കെ ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എല്ലാം ചെയ്ത് നോക്കാം. ഇവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി, ഒരു ഗെയിമിൽ അറ്റ്ലീസ്റ്റ് 2 എന്താണ് മിനിമം 2 എങ്കിലും കളിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണുള്ളത്? മിനിമം 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒഴിവാക്കിയാൽ മതി? ശരിക്കും ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ ഈ 20 ഒഴിവാക്കുക. അതായത് ഈ 20 പാർട്ടില്ലേ, ഈ 20 കംപ്ലീറ്റ് ഒഴിവാക്കി നോക്കി. അതേപോലെ ഹോക്കിങ് ഒഴിവാക്കി നോക്കി. ഇതാണ് എൻ്റെ ഒരു ആൻസർ വരിക. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഇൻ്റർസെക്ഷനില്ലേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇവിടെയുള്ള ഇതിങ്ങനെ വരും, ഈ ഒരു പോർഷൻ വരും. ശരിക്കും 100 ക്രിക്കറ്റ്, ഹോക്കിയും ഇത് ഒഴിവാക്കിയാൽ മതി. ഇതല്ലാത്ത വേറെ രീതിയിൽ ഷോർട്ട് കട്ട് അല്ലാത്ത രീതിയിൽ സംഭവം ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം. അത് ഞാൻ വെറുതെ പറയുന്നില്ല, നമുക്കിത് ആൻസർ കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഈ ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ ചെയ്യേണ്ടി വന്നിരുന്നു. 100 നമുക്ക് എല്ലാം കൂടി പ്ലസ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. 20 ക്രിക്കറ്റ് മാത്രമുള്ളത്, ഹോക്കി മാത്രം 30, 25 വോളിബോൾ മാത്രമുള്ളത്. 75 മൈനസ് ചെയ്താൽ മതി, 25 ആണ് ആൻസർ. ഇതല്ലാതെ വേറെ രീതിയിലും കൂടി ഞാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാൻ എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ 7 വരും, ഇവിടെ 3, ഇവിടെ 3 വരും. അതെ, അത് കുറച്ചാലും തന്നെയാണ് സംഭവം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പ്ലസ് ചെയ്തിട്ടപ്പോഴും എനിക്ക് 25 തന്നെ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള മെത്തേഡ്. നോക്കി ഇതാണ് കേട്ടോ എൻ്റെ മലയാളം. 2 കായിക വിനയമെങ്കിലും 3 ഉള്ളത് ആളുകളുടെ കൂടി എടുക്കാം. സോ ക്ലാസ്സിൻ്റെ ഒരു സംഭവം ചോദിച്ചിട്ട്, സോ ക്ലാസ് ഇസ് UUCNA. നമുക്ക് ക്ലാസ്സിന് ചെയ്യുമ്പോഴേ CLASS എപ്പോഴും പ്ലേസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C3, L12, A1, S19 ഇത് ബൈ ഹാർട്ടാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ ഒരു 0 to Hero മാത്സ് കോഴ്സ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങളെന്താണ് ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അതങ്ങനെയാണ്, ഒരു മെമ്മറി ടെക്നിക്കാണ്. സോ മെമ്മറി ടെക്നിക്ക് വെച്ച് നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് വെച്ചിട്ട് ഇവിടെ UUCNE ഞാൻ വേണമെങ്കിൽ യുവിൻ്റെ ഒരു കാര്യം പറയാം. നോക്കി 21 ചേരുമ്പോൾ U ആയില്ലേ? അത്രേ ഉള്ളൂ. യു എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം എന്താ ആലോചിക്കണം? 21. സോ 21, C3N 14 E5 എന്തെടുക്കേണ്ടത് വെച്ചാൽ നോക്കിയാൽ ഇങ്ങനെ ക്രോസ് ആണ്. 19 2 21, 19 2 21, 1 2 3, 12 2 14, 3 2 5 ഇങ്ങനൊരു ക്രോസ് ആയിട്ടാണ് ഈ വരുന്നത്. സോ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് കണ്ട സെക്ഷൻ്റെ കോഡാണ്. സെക്ഷൻ ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ 3 ഉണ്ടല്ലേ, ഇവിടെയും 3 ഉണ്ട്. TU ഇവിടെ U നടുക്ക് വരുന്ന ഏതാണുള്ളത്? U നടുക്ക് വരുന്നത് TU അല്ല, T20 അല്ലേ ഉള്ളത്? 20 ആണെങ്കിൽ 22, TU +1 അല്ലേ, +2 അല്ലേ ഉള്ളത്? 22. V എവിടെ നടുക്കുള്ള എത്ര V ഉണ്ട്? എല്ലാത്തിലും V നടുക്കുള്ളതാണ്. നോക്കി ഇവിടെ V നടുക്കുണ്ട്, ഇവിടെ V നടുക്കുണ്ട്, ഇവിടെയൊക്കെ നടുക്കുള്ളതാണ് V ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്കിവിടെ ഫസ്റ്റ് അല്ലേ N14, ഇവിടെ 16 ആണ് വരിക. P 15 PQ 17, I9 9, K PQKV അപ്പോൾ ഇവിടെ കൊടുക്കണമല്ലോ. PQK അതല്ല ഇവിടെ തന്നെ വരിക.
ബാക്കിയുള്ള ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയ സ്ഥിതിക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ തന്നെ സംശയമുള്ള ആളുകളുണ്ടാവും. ഇന്ന് പേടിക്കണം, നിങ്ങൾ അങ്ങനെയാണ് പൊതുവേ. ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാം, ബ്ലഡ് റിലേഷൻ ഏറ്റവും ബെസ്റ്റായിട്ട് പ്ലസ് മൈനസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ IBPS POയുടെ 2016 ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. SB അന്ന് ആ കൊല്ലം തന്നെ SBയുടെ എക്സാംസ് ഉണ്ടായിരുന്നു. IBPS ക്ലറിക്കൽ എക്സാംസ് ഉണ്ടായിരുന്നു. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ക്ലറിക്കൽ എക്സാംസിലൊക്കെ നമ്മളെന്തൊക്കെ ഡിഗ്രി ലെവൽ എക്സാമാണ്. അതൊക്കെ പ്രിലിംസും മെയിൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിലൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സുകൾ വൈ EDU1 എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ എന്താണ് മത്സര പരീക്ഷകൾക്ക് വിജയിച്ച ടെക്നിക്സ് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. ഇതൊക്കെ നമ്മൾ അങ്ങനെ പറയാം. നോക്കി ഇവിടെ പ്ലസ് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ബൈ ഇതെന്താണെന്ന് എഴുതി വയ്ക്കുക. ഒന്ന് മനസ്സിലാലോചിച്ച് വെച്ചാലും മതി സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലസ് എന്താണ്? പ്ലസ് ഡോട്ടറാണ്, മകൾ. മൈനസ് എന്താ മൈനസ് എന്നുള്ള മൈനസ് ഇവിടെ എല്ലാം തോന്നുന്നു. മൈനസ് ഉണ്ടല്ലേ, മൈനസ് അച്ഛനല്ലേ, ഫാദർ അച്ഛനാണുള്ളത്. നമുക്ക് നോക്കാം, അത് ഞാൻ ചെയ്തിട്ടില്ല. മൈനസ് ഇവിടെ ഫൈസ ഫാദർ. ഓക്കെ. പിന്നെ എന്താണ്? ഇൻറ്റു എന്താണ്? ഇൻറ്റു സണ്ണാണ്, മകൻ. ഡിവിഷൻ എന്താ ഉള്ളത് ഇവിടെ? ഡിവിഷൻ ഇല്ലേ ഇവിടെ? പ്ലസ് ഉണ്ട്. ഇവിടെ നോക്കി എ ഡിവൈഡഡ് ബൈ, ഇവിടെ ഇത് എ ഡിവൈഡ് ബൈ എ ബിയുടെ അമ്മ കേട്ടോ. ഇവിടെ ഡിവൈഡഡ് ബൈ ബി ആണ് കൊടുത്ത്. എനിക്ക് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്തുള്ള പ്രശ്നമാണോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും നോക്കാം. അത് തന്നെയാണ് നമുക്ക് ഉത്തരം. വിചാരിക്കാം അമ്മയാണ് ഇവർ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഇതൊരു ഓർഡറിൽ ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സോ P പ്ലസ് Q മൈനസ് R. നമുക്കിവിടെ നോക്കി ഇത് ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഇവിടെയും ഡിവൈഡ് ബൈ ലാസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ എന്തോ കൺഫ്യൂഷൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ ഇടയിലുള്ള ക്വസ്റ്റിൽ ഇവിടെ ശരിക്കും ഞാൻ കൊടുത്തിട്ടുള്ളത് നോക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? മകളാണ്, ശരിയാണ്. ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് അമ്മയാണ്, ശരിയാണ്. മദറാണ്. ഇൻറ്റു മകനാണ്, മൈനസ് ഫാദറാണ്. എ പ്ലസ് എന്താ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്? P പ്ലസ് Q മൈനസ് R. P പ്ലസ് Q മൈനസ് R ഇൻറ്റു T ഡിവൈഡഡ് ബൈ P പ്ലസ് Q മൈനസ് R ഇൻറ്റു S ഡിവൈഡ് ബൈ T. ഇത് ശരി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഇത് അതേ ഓർഡറിൽ ചെയ്താൽ മതി. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? P പ്ലസ് Q. P എന്താണ്? P മകളാണ്. ശരി. P ആരുടെ മകളാണ്? Qൻ്റെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ Q അല്ലേ? P എന്താ ചോദിച്ചാൽ പ്ലസ് Q. P എന്ന് പറയുന്നത് മകളാണ്, ആരുടെയാണ്? Q മുകളിലാണ് വരുന്നത്. നമ്മൾ ബ്ലഡ് റിലേഷൻ ഉണ്ടാകും മതി. EDU1 ബ്ലഡ് റിലേഷൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുക. അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? P പ്ലസ് Q മൈനസ് R. മൈനസ് എന്ന് വെച്ചാൽ അച്ഛനാണ്. അപ്പോൾ ആരാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത്? Q ആണ്. പിന്നെ Q എന്നല്ലേ പോയിന്റ് വരുന്നത്? Q മൈനസ് R. Q അച്ഛനാണ്, ആരുടെയാണ്? Q അച്ഛനാണ് ആരുടെ? ആറിൻ്റെയാണ്. Q അച്ഛനാണ് ആറിൻ്റെ. അപ്പോൾ ആറിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ രണ്ടും സഹോദരന്മാരല്ലേ വരും? അതെ. ഇനി അടുത്തത് ആറിനാണ് പോകുന്നത്. R ഇൻറ്റു S തന്നെ 6 മകനാണ്. അപ്പോൾ പ്ലസ് കൊടുത്തു. ഇതൊക്കെ എങ്ങനെ പ്ലസ് മൈനസ് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. EDU1 ബ്ലഡ് റിലേഷനാണ്. 6 മകനാണ്, ആരുടെയാണ്? എസിൻ്റെ. നോക്കി ഇവിടെ തന്നെ വരിക. ഇത് അമ്മ അച്ഛനെ വരും. എന്താ ചോദിച്ചേ? S ഇനി എന്താ ചോദിച്ചത്? S ഡിവൈഡ് ബൈ T. S അമ്മയാണ്, ശരിയാണല്ലോ. S അമ്മ തന്നെയാണ്. Q അച്ഛനുമാണ്. S അമ്മയാണ്, ആരുടെയാണ്? Tയുടെ. S അമ്മ Tയുടെ. T. ഇപ്പോൾ ഇതാണ് വരിക. QS അച്ഛനും അമ്മയാണ്. 3 മക്കളുണ്ട്. PRT ഉണ്ട്. P അനിയത്തിയാണ്, R ജ്യേഷ്ഠനാണ്. Tയുടെ ജെൻഡർ നമുക്കറിയില്ല. എന്താ ചോദിച്ചിട്ടുള്ളത്? T അല്ലേ? ഹൂ ഈസ് എന്താ ചോദിച്ചിട്ടുള്ളത്? പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് P റിലേറ്റഡ് ടു T. ഈ ഹൗവിന് ഞാൻ എപ്പോഴും എന്താ വായിക്കുക, പണ്ടൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ എല്ലാവരും പറയുന്നത് ഹൂ ഈസ് P റിലേറ്റഡ് ടു T എന്നാ പറയുക. ആരാണ് P Tയുടെ? Pയുടെ ആരാ T എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ Pയുടെ T? Pയുടെ ആരാണ് T? ഹൂ ഈസ് P, ആരാണ് P Tയുടെ? അതാ ചോദ്യം കേട്ടോ. Pയുടെ ആരാണ് T എന്നുള്ളതല്ല. അപ്പോൾ നമുക്കിത് കിട്ടില്ലല്ലോ, Tയുടെ ജെൻഡർ അറിയില്ലല്ലോ. ഇവിടെ ചോദിച്ചിട്ടില്ല. വളരെ മലയാളം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? നോക്കി ക്വസ്റ്റ്യൻ ആണെങ്കിൽ P Tയുമായി എങ്ങനെ ബന്ധമുള്ളത് ആണ്? P Tയുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചത്. നമുക്ക് നോക്കി നോക്കാം. P Tയും തമ്മിൽ എന്താ പറയുക? ഭാര്യ വരില്ല, നമുക്ക് മുത്തശ്ശി വരില്ല, അമ്മ വരില്ല. ഇവിടെ സഹോദരിയാണ്. നോക്കി P Tയുടെ സഹോദരിയാണ് ഇവിടെ തമ്മിലുള്ള കണക്ഷൻ. ഏതൊക്കെ തമ്മിലുള്ള? Pയും Tയും തമ്മിലുള്ള കണക്ഷൻ വരിക, സിസ്റ്ററാണ് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള തന്നെയാണ്. നമ്മുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം. നമ്മളത് പറഞ്ഞല്ലേ ഉള്ളത്, റിവേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതല്ല ഇക്വേഷൻ ഉള്ളത്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈമാണ് വരിക. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഇത് വെച്ചിട്ട് ഇവിടെ എങ്ങനെ ചെയ്യാം? നോക്കി ഒരാളൊരു റേസ് ട്രാക്കിന് പോവുകയാണ്, ഒരു ഓട്ട മത്സരത്തിന് ഓടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ സ്പീഡ് കുറച്ചപ്പോൾ അല്ലെങ്കിൽ നോർമൽ ഓടിയപ്പോൾ 20 മീറ്റർ പിന്നിലായിരുന്നു. ഇതാ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് നോർമൽ സ്പീഡിൽ ഓടിയപ്പോൾ ഇയാൾ 20 മീറ്റർ പിന്നിലെത്തിയല്ലേ എന്താ വെച്ചിട്ടുള്ളത് 20 മീറ്റർ കുറവ് വന്നു ഇതിനെക്കാട്ടിലും 20 മീറ്റർ കുറവ് ഇവിടെ എത്തിയിട്ടില്ല അയാൾ ഇവിടെ മൊത്തം ഡിസ്റ്റൻസിനേക്കാളും 20 മീറ്റർ കുറവെത്തി 40% സ്പീഡ് വർദ്ധിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഓവർ അല്ലേ ഷൂട്ട് എന്ന് വെച്ചാൽ കൂടുതൽ എന്നുള്ളൊരു മീനിങ് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ ഓവർ ഷൂട്ട് 10 മീറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ എന്നാൽ 10 മീറ്ററിൽ കൂടുതൽ എത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസിനേക്കാട്ടിലും 10 മീറ്റർ കൂടുതലെത്തി എപ്പോഴാണ് 40% സ്പീഡ് വർദ്ധിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതിൽ മനസ്സിലാവണ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യുക ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കിവിടെ ഫസ്റ്റ് കേസിൽ പറഞ്ഞത് നമുക്കിവിടെ സ്പീഡ് സിഗൽ ഡിസ്റ്റൻസ് ബൈ ടൈമല്ലേ ഉള്ളത് സോ അപ്പോൾ അത് ഡിസ്റ്റൻസിൻ്റെ കേസിന് എടുക്കാം നമുക്കിവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിന് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഡിന് ടൈമാണ് ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എന്താ വരുന്നത് ഇവിടെ ഫസ്റ്റത്തെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് എന്ന സ്പീഡിനെക്കാട്ടിലും ടൈം ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ടത് ഫസ്റ്റത്തെ കേസിൽ ശരിക്കും ഡിസ്റ്റൻസിനെക്കാട്ടിലും എത്ര കുറവ് വന്നത് 20 മീറ്റർ കുറവ് വന്നു എന്നല്ലേ പറഞ്ഞു അതെ ഫസ്റ്റത്തെ കേസിൽ ഡിസ്റ്റൻസിനെക്കാട്ടും 20 മീറ്റർ കുറവ് വന്നു അവിടെയാണ് അതാണ് ഡിസ്റ്റൻസ് ഫസ്റ്റത്തെ കേസിൽ എടുത്തിട്ടുള്ളത് അത്രയും ഡിസ്റ്റൻസാണ് കവർ ചെയ്തിട്ടുള്ളത് സ്പീഡിന് ടൈം നമുക്ക് സ്പീഡും ടൈമും നമുക്ക് അറിയുമോ ചോദിച്ചാൽ അറിയില്ല അവിടെ കേട്ടെ സോ അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസിനെക്കാളും 10 കോടി എന്നാണ് പറഞ്ഞത് ഡിസ്റ്റൻസിനെക്കാളും 10 ഓടി 10 കൂടുതൽ ഓടി 10 മീറ്റർ കേട്ടോ അവിടെ എന്താ സംഭവിച്ചത് നിലവിലുള്ള ഈ സ്പീഡിലാണോ ഓടിയതല്ല നിലവിലുള്ള സ്പീഡാണെങ്കിൽ സ്പീഡിൻ്റെ ടൈമൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി 10% വർദ്ധിച്ച 40 40% ഇൻക്രീസാണ് ചെയ്തത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40% ഇൻക്രീസ് ഒരു വാല്യൂവിൻ്റെ 40% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എപ്പോഴും ഇൻറ്റു 140/100 ഇപ്പോൾ ഒരു വാല്യൂ 1500 ഉണ്ടെന്ന് വിചാരിക്കുക ഈ 1500 40% വർധനവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് 140/100 ഈ 140/100 നമുക്ക് എന്താണ് ഇവിടെ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ 1.4 എടുക്കാം മനസ്സിലായില്ലേ 140/100 വെച്ചാൽ 1.4 ആ ഒരു വർധനവാണ് ഇൻറ്റു 1.4 ഇത് എടുക്കുകയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെ സ്പീഡ് ഇൻറ്റു 140/100 എടുക്കുകയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു 1.4 വരും അപ്പോൾ ഇവിടെ 1.4 സ്പീഡും പിന്നെ ടൈമോ വരും അപ്പോൾ നമുക്കിവിടെ ഈക്വൽ ആക്കണേ എങ്ങനെ ചെയ്യും നമ്മൾ കൺഫ്യൂഷനാണ് പല ആളുകൾക്കും ഉണ്ടാവുക അപ്പോൾ ഈ സ്പീഡ് ടു ടൈമില്ലേ ഇതിവിടെ കൊടുത്താൽ മതി അതായത് ഈ D-20 ഇവിടെ കൊടുക്കുക സ്പീഡ് ഇൻറ്റു ടൈം D-20 ഇതിന് കൊടുത്തു അപ്പോൾ നമുക്ക് എന്താ വരിക ഇവിടെ ഇപ്പോൾ D+10 ഇവിടെ ഉണ്ട് 1.4 എന്താ വരിക ഇവിടെ D-20 ഇതോളൂ ഇതാ ഡിസ്റ്റൻസ് കിട്ടി നോക്കി കറക്റ്റ് ഡിസ്റ്റൻസ് അവിടെ നമുക്കിവിടെ വരുമ്പോൾ നമുക്കിവിടെ എന്ത് വരുന്നു വെച്ചാൽ 1.4 D വരും പിന്നെ ഈ 1.4 D നോക്കാം നമുക്കിവിടെ 1.4 Dയും പിന്നെ മൈനസ് 20 അല്ലേ ഈ പോയിൻ്റ് പോകും 14 2 28 നമുക്ക് വരും നോക്കാം നമുക്കിവിടെ 28 അല്ലേ വരിക അതെ നമുക്ക് നോക്കാം ഈ D ഇല്ലേ നോക്കി 28 ഇങ്ങോട്ട് പോകുമ്പോൾ 38 ആവും ഇവിടെ 38 വരും ഇവിടെ D 1.4 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ എന്ത് വരും 0.4 D ആ വരും ഒരു D അല്ലേ വരും 0.4 D വരും ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി D is equal to 38/0.4 വരും 380/4 വരും 350 പകുതിയുടെ പകുതി 190 190ൻ്റെ പകുതി 95 ആൻസർ 95 ഉണ്ട് ഇതൊക്കെ നമ്മുടെ ക്വിക്കർ മാത്സ് എജ്യൂൺ ക്വിക്കർ മാത്സിൻ്റെ ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരുന്നത് സോ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി പെൻഡിങ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു പ്രോബ്ലം ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്നാണ് ചോദിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഈ ട്രയാങ്കിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഡയമീറ്റർ അല്ലേ AC ഡയമീറ്റർ പറഞ്ഞു AC ഡയമീറ്റർ ആണ് AC ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും ഇങ്ങനെയല്ല ഒന്നുകൂടി വ്യക്തമായി തരാം സ്പീഡ് കൂടുമ്പോൾ ആക്യുറസി ചില കാര്യങ്ങളൊക്കെ കുറയും പക്ഷെ അത് കുറയാൻ പാടില്ല ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചാൽ ഡയമീറ്റർ കണക്ട് ചെയ്തൊരു ആംഗിൾ ഇങ്ങനെ ഡയമീറ്റർ കണക്ട് ചെയ്ത് ഇവിടെ എത്ര ആംഗിൾ മുകളിൽ വരച്ചാലും ഇറ്റ്സ് ഓൾ 90 ഡിഗ്രി എല്ലാം 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതെന്ത് ട്രയാങ്കിളാണ് മറ്റ ത്രികോണമായിരിക്കും നമുക്ക് എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ബേസ് BC ആൻഡ് ഹൈറ്റ് ഹാഫ് BH വെച്ചാൽ ഈ ഒരു ഏരിയ കിട്ടും നമുക്ക് ഹാഫ് BH വെച്ചിട്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം ഈ ബേസ് എത്ര വരിക ബേസ് ഇവിടെ 5 അല്ലേ ഇവിടെ 12 വേണമെങ്കിൽ മറ്റേ S × S - Bയുടെ ആവശ്യമില്ല ഹാഫ് BH ഇക്വേഷൻ യൂസ് ചെയ്ത് നോക്കാം ഹാഫ് BH വെച്ചിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഷെയ്ഡറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ ഏരിയ കുറച്ചാൽ മതി സർക്കിളിൻ്റെ ഏരിയ ആണ് ഹാഫ് BH 12 × 5 അല്ലേ വരിക അതെ 6 5 30 വരും 30 ആണ് ഇവിടെ വരിക ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ 30 വരും ഈ 30 മൊത്തം ഏരിയ എന്ന് മൈനസ് ചെയ്യണം അപ്പോൾ എന്താണ് മൊത്തം ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കിവിടെ πr² ആണ് ഇക്വേഷൻ ഉള്ളത് സോ എന്താണ് R എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ റേഡിയസ് കിട്ടണമല്ലേ നമുക്കിവിടെ ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ എത്ര ഡയമീറ്റർ കിട്ടിയിട്ടില്ലല്ലോ
എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇവിടെ 5 ഉം 12 അല്ലേ ഇവിടെ പറഞ്ഞത്, ജസ്റ്റ് ഇവിടെ കാണിച്ചില്ല. ഇവിടെ 5 തൊട്ട് 12 ബേസ് സ്ക്വയർ 5 ആണ്, ലൈക്ക് 5 12 ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മട്ടത്രികോണാണ്, റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എത്ര വരും? 144 ഇവിടെ 12 സ്ക്വയർ, ഇവിടെ 25, റൂട്ട് ഓഫ് 169 13 വരും, 13. ഇത് മൊത്തം 13 ആണ്. ഇത് 13 ആണ് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ റേഡിയസ് എത്ര വരിക? 6.5 വരും. 6.5 6.5 6 12 12 1 13 6.5 വെച്ചിട്ട് പൈ ആർ സ്ക്വയർ, ഇതാണ് പൈ ആർ സ്ക്വയർ 6.5 ഇൻറ്റു 6.5. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ, കാൽക്കുലേറ്റർ നമ്മൾ എടുത്തില്ല. അപ്പം എന്ത് ചെയ്താൽ മതി? നമുക്ക് 65 സ്ക്വയർ ആണെന്ന് അറിയാം. 65 സ്ക്വയർ 25 ആണ് പോയിൻ്റ് ഇവിടെ, 6 7 42 25 ഉണ്ട്. ഇത് സ്ക്വയർ നമ്മൾ കണ്ടുവച്ചു. ഇനി 22 കൊണ്ട് മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യും? ആദ്യം 2 എടുക്കുക, പിന്നെ 11 ചെയ്യുക. സോ അവിടെ കേട്ടോ 2 എടുത്തു ഞാനിവിടെ. നമുക്ക് 2 എടുത്തു നോക്കാം. 5 2 10, ഇഷ്ടം 1 4 4 4 4 1 5. സോ 42 അല്ലേ വരട്ടെ, 84 2 4 84. സോ നമുക്കിവിടെ ഇനി 11 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, 11 ഇൻറ്റു 11 കൊണ്ട് മൾട്ടിപ്ലൈ ഒക്കെ നമ്മുടെ ക്വിക്കർ മാത്സിന് ഷോർട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ വിചാരിക്കും? 5 5 4 9 8 4 12 ഇഷ്ടം 1 9 2 950. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. 92950 തന്നെയാണ് ഇതിൻ്റെ ഒരു, അതെ 92950 തന്നെയാണ്. ഈ 92950 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. 1 അല്ലേ 3 വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. 92950 അല്ലേ ഉള്ളൂ. 92950 92950 92950 നമ്മളെന്താ ഉള്ളത്? പൈ ആർ സ്ക്വയറിലുള്ളത്. ഇനി ബാക്കി 22/7 ഉണ്ടല്ലോ, ആ 22 ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 7 വെച്ച് ഡിവൈഡ് നോക്കാം. നമുക്കിവിടെ ഇവിടെ ഒരു 7 ബാക്കി 22. നമുക്ക് 30 മൈനസ് ചെയ്യണം കേട്ടോ. ഇവിടെ 30 മൈനസ് ചെയ്യാൻ കിട്ടുന്ന വാല്യൂ ഉണ്ട്. സോ 7 3 21 വരും. ബാക്കി 1 19 19 പറയുമ്പോൾ 7 2 14 14 14 5 5 5 50 50 132 132 വരും. 132 5 55 7 49 132 ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ എത്രാമത്തെ പോയിന്റ് ഉള്ളത്? എനിക്ക് തോന്നുന്നു 132 92950 2 പോയിന്റ് ഇവിടെ വരും. 132.78 വരും. 78 ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സമയം നമ്മളടുത്ത് കുറവാണ്, നമ്മൾ ഒരുപാട് സമയമായി ഈ വീഡിയോ. നമുക്കിത് 30 മൈനസ് ചെയ്യണം. 132.78 മൈനസ് 30. എനിക്കിവിടെ 78 ഒക്കെ കിട്ടിയിട്ടുള്ളത് 102. എനിക്ക് 102 വെച്ചിട്ടുള്ളൊരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 78 ഇവിടെ 73 കാണുന്നത്. 102.78 ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ മേ ബി ചിലപ്പോൾ ചില കാൽക്കുലേഷൻസിൽ എന്താ അറിയില്ല, നോക്കാം. അതിൻ്റെ ആൻസർ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. രണ്ടു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിത് എൻ്റെ ആൻസർക്ക് ഇതിൽ വന്നിട്ടില്ല. ഇതൊരു തിയറം ഉണ്ട്. ആ തിയറത്തിൻ്റെ പേര് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, നെഗേഷൻ തിയറം. ഒരാളുടെ പേരുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം പിന്നീട്. സോ അതാ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആണെങ്കിൽ നെഗേഷൻ വരുമ്പോൾ ഓറ വരും. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആൻഡിൽ ഓറ വരും. നോക്കി ഇവിടെ നെഗേഷൻ ഓഫ്, ഇത് മലയാളം ഭയങ്കര രസമാണ്. എന്താണ് അമിത ഡൽഹി, മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. നിഷേധം എന്താണ്? നിഷേധം എന്നാണ് മലയാളം. സോ നെഗേഷൻ കാണണമെങ്കിൽ ആൻഡ് ഓർ എടുത്താൽ മതി. ഇവിടെ ആൻഡ് എന്താണ്? അമിത് ലീവ്സ് ഇൻ ഡൽഹി ആൻഡ് അമൻ. നോക്കി ഇവിടെ ആൻഡിൽ എന്തായാലും ഓറ വരും. ഈ 2 ഓറ് ഇതിലേതോ ഒന്നാ വരും. അല്ലെങ്കിൽ ഇതെന്താ സംഭവം? എന്താ സ്റ്റേറ്റ്മെൻറ്റ് നേരെ ഉൾട്ടടിക്കുക. ഞാൻ ഇന്നലെ വന്നിരുന്നു. നേരെ ഓപ്പോസിറ്റ്, ഞാൻ ഇന്നലെ വന്നിട്ടില്ല. അതല്ലേ ഉള്ളൂ. ഞാൻ ആ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നേരെ ഓപ്പോസിറ്റ്, ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പക്ഷെ ഇവിടെ ആൻഡ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഓറ് വരണം. നോക്കി ഇവിടെ എന്താ പറയുക? അമിത് ഡൽഹിയിലാണ്. അപ്പോൾ അമിത് ഡൽഹിയിലല്ലേ അല്ല. അമിത് നോട്ട് ലീവ്ഡ് ഇൻ ഡൽഹി. നോക്കി പറഞ്ഞേ, അമിത് നോട്ട് ലീവ്ഡ്. ഇപ്പോൾ ഇത് രണ്ടും ഉള്ള അമിത് ഡസ് നോട്ട് ലീവ്ഡ് ഇൻ ഡൽഹി. അമൻ മുംബൈയിലല്ല, അമൻ മുംബൈയിലാണ്. അമൻ ലീവ്സ് ഇൻ മുംബൈ. നോക്കി അമൻ ലീവ്സ് ഇൻ മുംബൈ. നോക്കി ഇത് രണ്ടും ഉള്ളത്. അമിത് ഡസ് നോട്ട് ലീവ് ഇൻ ഡൽഹി, അമിത് ഡസ് നോട്ട് ലീവ് ഇൻ ഡൽഹി ആൻഡ് അമൻ ലീവ്സ് ഇൻ മുംബൈ. പക്ഷെ ഇവിടെ ഓറ. ആൻഡ് എന്താവും? ഇത് രണ്ടും ഒന്നെ, ഒരേപോലെയാണ്, ഒരു മാറ്റവും. ഓൺലി ദർ ഇസ് ഓൺലി ഓർ ആൻഡ്. ഓക്കെ, അമിത് ഡസ് നോട്ട് ലീവ് ഡൽഹി, അമിത് ഡസ് നോട്ട് ലീവ് ഡൽഹി, അമൻ ലീവ്സ് ഇൻ മുംബൈ, അമൻ ലീവ്സ് ഇൻ മുംബൈ. ഓർ ആൻഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സോ ദർ ഈസ് ആൻഡ് കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് ഓർ. സോ ഇതൊക്കെ നമ്മളെന്താണ് ഡിഗ്രി ലെവലിൽ മാത്രം കണ്ടുവരുന്ന
ഒരു പ്രത്യേകതരം ചോദ്യമാണ്. അതിങ്ങനെ AS-ൻ്റെ തട്ടത്തിലും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ 100th കോമൺ ടേം. സോ ഹൗ ടു ഫൈൻഡ് ആൻ 100th കോമൺ ടേം എന്ന് ചോദിച്ചാൽ ഇതിൽ കോമൺ ടേമിൻ്റെ ഒരു സീരീസ് ഉണ്ടാക്കണം. ഇത് കുറേ കൺഫ്യൂഷനാണ്. ഇത് ചില ആളുകളൊക്കെ എൻ്റെ ഒപ്പം ഞങ്ങൾ ഡിസ്കഷനിൽ വന്ന ആളൊക്കെ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് ഇവിടെ പേപ്പർ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. സ്റ്റെപ്പ് തീരുന്നില്ല അല്ലേ? അപ്പോൾ ഈ പേപ്പറിലൊക്കെ സ്റ്റെപ്പ് തീരുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നത് നല്ലത്. ഞാൻ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ കോമൺ ടേമിൻ്റെ ഒരു സീരീസ് കണ്ടുപിടിക്കാം. സോ ഇറ്റ്സ് കണക്ട് എ കോമൺ ടേം. ഈ 2 സീരീസ് ഉണ്ട്. 3, 5, 7, 9 ഒറ്റ സംഖ്യ പോലത്തെ തോന്നും ഒന്നില്ലെങ്കിലും. 3, 3, 6, 3, 9 3ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൊരു സീരീസാണ്. അല്ലെങ്കിൽ ഒരു 3, 3, 6 അങ്ങനെയല്ലല്ലോ കോമൺ. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ടേമിൻ്റെ സീരീസ് നോക്കി ഇവിടെ 3 ഉണ്ട് കോമൺ. 100th കോമൺ ടേം എന്ന് ചോദിച്ചത് 100th കോമൺ ടേമാണ്. ഇടയിൽ 100ാമത്തെ പദം എന്ന് ചോദിച്ചാൽ ഇതൊരു മലയാളത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ 100ാമത്തെ പൊതുപദമാണ് കേട്ടോ. 100ാമത്തെ പൊതുപദം ഉണ്ട് മലയാളത്തിൽ. സോ ഹൗ ടു ഫൈൻഡ് 3 ആണ് ഫസ്റ്റ് കോമൺ ടേം. അടുത്ത കോമൺ ടേം എന്ന് പറയുന്നത് 9 ആണ്. 2ലും 9 ഉണ്ട്. അടുത്ത കോമൺ ടേം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും എന്താ വരിക? 3, 5, 7, 9 ഉണ്ട്. ഒറ്റ സംഖ്യയല്ലേ വരിക? ഒറ്റ സംഖ്യയുടെ സീരീസ് മാത്രമേ വരുള്ളൂ. ഇത് 3ൻ്റെ മൾട്ടിപ്പിളാണ് എല്ലാം. 3, 9 2ൻ്റെയും കൂടി കോമണാണ്. അടുത്ത എന്താ വരിക സീരീസിൽ? അടുത്ത സീരീസിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 3ൻ്റെ നോക്കി മൾട്ടിപ്പിൾ ഇവിടെയും കൂടി 2 വരുന്ന ഒറ്റ സംഖ്യ എടുത്താൽ മതി. നമുക്കിവിടെ 12, 13, 14, 15 വരും. അടുത്ത് 3, 9, 15 വരും. പിന്നെ നമുക്ക് ഒറ്റ സംഖ്യകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഒറ്റ സംഖ്യ ആയതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒറ്റ സംഖ്യ. ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിളാണ്. 3, 6, 3, 9, 3, 12, 3, 15, 3, 18 വരും. ഇല്ല, കാരണം 18 ഇവിടെ വരില്ലല്ലോ. ഒറ്റ സംഖ്യ വരുള്ളൂ. 21 വരും, 21 വരും. ഇതൊരു സീരീസ് ആയിട്ട് എടുത്താൽ ഇതിൻ്റെ 100th ടേം, nth ടേം, എന്നിന് പകരം 100 എടുക്കുക. a+n-1 × d ഇതല്ലേ ഉള്ളത്? മേ ബി അതന്നെ 3, 3, 6, 9, 9 ഒക്കെ പ്ലസ് നോക്കി 9, 6, 15, 15, 6, 21, 21, 6, 27 അടുത്ത് വരും കേട്ടോ. 6 ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 6 വെച്ചിട്ടുള്ള ഒരു സീരീസ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. 6 വെച്ചിട്ടുള്ള a+n-3 ആണ് കേട്ടോ. 3 + 100 ആണെങ്കിൽ 99, n-1 × d 100 - 1 ഇതാണ് 99 × d 6 ആണ്. 99 × 6. 99 × 6 എന്ത് ചെയ്താൽ മതി? 100 × 6 നമുക്കിവിടെ 597, 100. പെട്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 100 6 കുറച്ചാൽ പോരെ? 600 6 കുറച്ച് 596, 594 വരും. 594 100 6 കുറച്ച് 594 വരും. എങ്ങനെയാണ് ചെയ്ത്? 100 6 എടുക്കുക, അതിനൊരു 6 മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ 600 ഒരു 6 മൈനസ് ചെയ്താൽ 594 വരും. +3 597, 597. സോറി സർ, 597 ദറ്റ് ഈസ് ആൻസർ ഇട്ടുണ്ട് 11. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കലണ്ടർ ക്വസ്റ്റ്യനാണ്. ഇവിടെ കലണ്ടറിലെ ക്വസ്റ്റ്യനിലൊരു പ്രത്യേകത, 2025 സാറ്റർഡേ ഉണ്ട്. 2050 സൺഡേ ഏത് ദിവസമാണ് ചോദിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2025 മാർച്ച് 15 ശനിയാഴ്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 2025 മാർച്ച് 15 ശനിയാഴ്ച. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2026 അടുത്ത പോലെ കേട്ടോ, മാർച്ച് 15 ഏത് ദിവസമായിരിക്കും? വെറുതെ റാൻഡം ക്വസ്റ്റ്യനാണ്. ഒരു ദിവസം അഡീഷണൽ എടുത്താൽ മതി. +1 അവർ എല്ലാം ഒരു കൊല്ലം. നോർമൽ ഇയർ ആണെങ്കിൽ +1. സാധാരണ വർഷമാണോ നമുക്ക് നോക്കിയാൽ 2025 നോർമൽ വർഷമാണ്. കാരണം ലീപ്പ് ഇയർ ആണെന്ന് വെച്ചാൽ ഒരു വർഷം, ഒരു ഫെബ്രുവരി 29 ഉണ്ടാവും. കലണ്ടർ എടുത്ത് നോക്കുക, ഫെബ്രുവരി 28 മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. മാർച്ച് 15 അടുത്ത കൊല്ലം എന്ന് പറയുന്നത് സാറ്റർഡേ ആണെങ്കിൽ സൺഡേ ആണ് വരും അടുത്ത കൊല്ലം. പക്ഷേ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് 2026 ചോദിച്ചത്, 2050 ഏതാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൂട്ടി പോവുക. ഓരോ വർഷവും കൂടുമ്പോൾ 2027 മാർച്ച് 15 ഏതായിരിക്കും? സൺഡേ ആണെങ്കിൽ ഇത് സാറ്റർഡേ ആണെങ്കിൽ ഒരു ഒന്നുകൂടി സൺഡേ മൺഡേ വരും. ഇങ്ങനെ 50 വട്ടം എഴുതാം. കുറച്ച് ലോജിക്ക് ബുദ്ധിക്ക് കളിക്കുന്ന ആൾക്കാർ എന്ത് ചോദിച്ചാൽ ഇത് ഒരു ബുദ്ധിക്ക് കളിക്കും. എങ്ങനെ കളിക്കും? ഇപ്പം നോക്കി 2025 നമ്മൾ കൂട്ടുമ്പോൾ 2050 കൂട്ടുമ്പോൾ 25 വർഷമുണ്ടല്ലേ?
25 വർഷമുണ്ട്. സോ ഇതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട് നിങ്ങൾ അയച്ചു നോക്കി. അപ്പോൾ അതെടുക്കാം നമുക്കിവിടെ. നമുക്ക് ഓക്കെ ലീപ്പ് ഇയർ എടുക്കാം. എത്ര ഉണ്ട്? 2028 ഉള്ളത്. 2028 ലീപ്പ് ഇയർ എങ്ങനെ എടുക്കാം? അവസാനത്തെ 2 അക്കം 4 ഡിവൈഡ് ചെയ്യാം. സോ ഇത് 4 ഡിവൈഡ് ചെയ്യും. 2032, 2036, 2040, 2044, 2048, 2, 4, 6 സോറി 1, 2, 3, 4, 5, 6. ഇത് 6. ഇവിടെ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാട്ടിലും ഈ ഒരു കേസിൽ ഒരു അധികം അഡീഷണൽ ഒന്നുകൂടി ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ലീപ്പ് ഇയർ മാത്രം എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നോർമൽ ഒരു 25 കൊല്ലമുള്ളത് അല്ലേ. നോർമൽ ഒരു 25, 2025 2050 25 കൊല്ലമുള്ളത് നോർമൽ വർഷമാണെന്ന് വിചാരിക്കുക. എല്ലാം നോർമൽ വർഷമാണ്. അപ്പോൾ എന്താ വരിക? ശരിക്കും 25 അധിക ദിവസമല്ലേ വരിക. കാരണം ഓരോ ദിവസം ഓരോ വർഷം ചെല്ലുമ്പോൾ ഒന്നുകൂടും, അടുത്ത വർഷം ചെല്ലുമ്പോൾ ഒന്നുകൂടും, വീണ്ടും ഒന്നിങ്ങനെ കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ 25 കൂടുള്ളൂ, 25 ദിവസമേ കൂടുള്ളൂ. അപ്പോൾ 25 വർഷമായതുകൊണ്ട് 25 കൂടുമെന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ 25 മാത്രമല്ല കൂടുക, ഈ ഒരു 6 എണ്ണത്തിൽ ഒരെണ്ണം കൂടി അഡീഷണൽ ഉണ്ടാവും, 31 കൂടി. എത്രത്തോളം ആളുകൾ കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഒരു സംശയം. കലണ്ടർ പഠിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓരോന്നോരോന്ന് എഴുതി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് കിട്ടിയ 31. ഇത് എങ്ങനെ കിട്ടി ഇവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2025 മുതൽ 2050 വരെ 25 കൊല്ലമുള്ളത്. നോർമൽ വർഷമാണെങ്കിൽ ഓരോ വർഷത്തിന് ഒന്ന് ഓരോ വർഷം അടുത്ത വർഷത്തേക്ക് ഒരു ദിവസം കൂടി, വീണ്ടും ഒരു ദിവസം കൂടി, അങ്ങനെ 25 ദിവസം കൂടും. ദിവസം വെച്ചാൽ ഈ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ 25. പിന്നെ ഈ ലീപ്പ് ഇയർ ആകുമ്പോൾ എല്ലാത്തിലും ഒരെണ്ണം കൂടി അധികം വരില്ലേ. അപ്പോൾ ലീപ്പ് ഇയറൊക്കെ ഇതിൽ ഒന്ന് നമ്മൾ എടുത്തുകൊണ്ടാണ് 25 എടുത്തിട്ടോ. എല്ലാത്തിലും ലീപ്പ് ഇയറിൻ്റെ ഒക്കെ ഒന്ന് നമ്മളെടുത്തു. പിന്നെ പുറമെ അഡീഷണൽ ഒരു 6 എണ്ണം കൂടി വരും, 31. ഈ 31 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 31 ഞാൻ 7 കൊണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. 7, 4, 28 ശിഷ്ടം 3. ശിഷ്ടം 3 കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് 31 ശിഷ്ടം 3 കിട്ടുമ്പോൾ ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. ഇവിടെ 1, 2, 3 എഴുതി വയ്ക്കുക. ഇപ്പോൾ സാറ്റർഡേ 3 ശിഷ്ടം വന്നിട്ടുള്ളത്. സാറ്റർഡേ ആണെങ്കിൽ ഇത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആയിരിക്കും. ഏത് ദിവസം വരിക? 2050 മാർച്ച് 15. എന്താ വന്നിട്ടുള്ളത്? 2050 മാർച്ച് 15. ഇത് ചൊവ്വാഴ്ചയാണ്. നമുക്ക് എന്താ വേണ്ടത്? 2050 ഏത് മാർച്ചാണ് സൺഡേ? 15 ശേഷമുള്ള എല്ലാ തീയതിയാണുള്ളത്. നമുക്ക് 20 എടുത്ത് നോക്കാം. ഒന്ന് എണ്ണി നോക്കിയേ. 15 കഴിഞ്ഞിട്ട് അല്ലേ 16 ബുധൻ, 17 വ്യാഴം, 18 വെള്ളി, 19 ശനി, 20 ആൻസർ വരും. ഞായറല്ലേ ചോദിച്ചാൽ അത്. ഇതെങ്ങനെ കിട്ടി? കലണ്ടറിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് വാട്ട് ഇസ് ആംഗിൾ ഓഫ് അവർ ഹാൻഡ് മിനിറ്റ് ആൻഡ് 10 ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റനാണ്. 10 നമ്മുടെ എജുവൺ ക്ലോക്ക് കണ്ടാൽ മതി. 10 എടുക്കുക. 10ൻ്റെ ക്ലോക്ക് അളവ് 10 തന്നെയാണ്. ഈ 10ൻ്റെ സൂചി എന്ന് പറഞ്ഞാൽ 2ലാണ് കിടക്കുക. 10ന്ന് 2 കുറയ്ക്കുക 8നെ നമ്മൾ 30 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈ 10ൻ്റെ പകുതി എടുക്കുക 5, 245 ഉണ്ടോ? ആൻസറിൽ 2 ഡിഗ്രി ആൻസറാണ്. എജുവൺ ക്ലോക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഓൾമോസ്റ്റ് ഒരു 6 lakhs മുകളിൽ വ്യൂ പോയിട്ടുള്ളൊരു ക്ലോക്കിൻ്റെ ക്വസ്റ്റനാണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റനിൽ കൺഫ്യൂഷൻ വെച്ചാൽ എനിക്കൊരു 600 കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആൻസർ. ഇതൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യാം. ഇത് ഞാൻ ചെയ്തത് ഡിഫറൻസ് ഇക്വൽ PR²/100² ചെയ്തിട്ടാണ്. ഇല്ലാതെയും വേറൊരു മെത്തേഡ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് ചെയ്തിട്ട് ഈ ഫസ്റ്റിൽ ഒഴിവാക്കിയാൽ മതി ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റനിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്തിയിട്ട് എനിക്ക് 600ൻ്റെ മുകളിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 400ൻ്റെ മുകളിൽ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. PR²/100² ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വാല്യൂ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു എബോവ് 300. ഈ വാല്യൂവിനെക്കാട്ടിലും വലുതാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യാം. അത് പെട്ടെന്ന് ഞാൻ ചെയ്തപ്പോഴുള്ളൊരു മേ ബി നമ്മളൊക്കെ എന്താണ് പെട്ടെന്ന് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും അല്ല. പക്ഷേ താഴെ ഞാൻ ഫസ്റ്റ് കമൻറ്റിലിടാം ഇതിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാവുന്നതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ കുറച്ച് ഒരു ഹയർ ലെവൽ വാല്യൂ ആണ്. അതിൻ്റെ ഒരു പെട്ടെന്നുള്ള കാൽക്കുലേഷൻ എനിക്ക് പെട്ടെന്ന് സമയം കിട്ടിയില്ല. കാരണം ഇത് മുഴുവൻ
ഒരു ലോജിക്കലി കണക്ട് ചെയ്യണ്ടേ. 15ാമത്തെ ക്വസ്റ്റ്യൻ മോർ ഗെയിൻ ബൈ ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് ഇൻറ്റു 100. ഇക്വേഷൻ എന്താണ്? മോർ ഗെയിൻ ബൈ ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് ഇൻറ്റു 100 ആണ്. സോ നമുക്കിവിടെ മോർ ഗെയിൻ എന്താ വരിക? ഈ ഡിഫറൻസ് ഇൻ മോർ ഗെയിൻ എത്ര കൂടുതൽ കിട്ടി ഇവിടെ? ഓക്കെ, ഒരാൾ വിൽക്കല്ലേ, 100 കൂടുതൽ കിട്ടി, 100 ഈ ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് വെച്ചാൽ ഒന്ന് ലോസും ഒന്ന് ഗെയിൻ എന്നല്ലേ. 10% ലോസ് 10% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ളതുകൊണ്ട് പ്ലസ് ചെയ്യുക 20 ഇൻറ്റു 100. മോർ ഗെയിൻ ബൈ ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് ഇൻറ്റു 100. 20 5 100 500 ഉണ്ടോ? ഉണ്ട്. 500 ആണ് കോസ്റ്റ് പ്രൈസ്. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷനെ നമുക്കിവിടെ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു PR² ബൈ 100². 3 വർഷത്തല്ലേ ഡിഫറൻസ് ആണ് ഇക്വേഷൻ. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു PR² ബൈ 100² ഇൻറ്റു 300 പ്ലസ് R ബൈ 100. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പി പ്രിൻസിപ്പിളാണ് 15,000 ഉള്ളത്. 10,000 3 കൊല്ലം. ഇവിടെ റേറ്റ് 15 ഇവിടെ 100² ഒക്കെ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മൾ SSC RRB എക്സാംസിന്, ബാങ്ക് എക്സാംസിനൊക്കെയാണ് ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. കാരണം PSCയിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ എന്തോ ആളുകൾക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ ഒരു മടി. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ എജുകൊണ്ട് നിങ്ങളെ കൂടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് LDC എക്സാമിന് വേണ്ടി നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് സീരീസ് ചെയ്തു. പക്ഷേ മേ ബി നമ്മുടെ ഇതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ SSC RRB എക്സാംസിന് താല്പര്യമുള്ള ആളുകളാണ് ആ സമയത്ത് പിന്നീട് കണ്ടിട്ടുള്ളത്. സോ നമുക്ക് തോന്നി ഓക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ കേരള PSCയിൽ ക്ലാസ്സുകൾ ഇനിയും ചെയ്യേണ്ടത് ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് എൻ്റെ കയ്യിലുണ്ട്. സോ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു സമയത്ത് ഒരു പീക്ക് ലെവൽ പെർഫോമൻസ്, നമുക്കൊരു പീക്ക് ലെവൽ ഉണ്ടല്ലേ, 2016 എൻ്റെ പീക്ക് ലെവൽ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇതിന് എല്ലാ എക്സാംസിൻ്റെയും പ്രിലിംസും മെയിൻസ് ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഒരു ലോകം അല്ലേ. സോ വേർ ഡു യു ഫൈൻഡ് ആഫ്റ്റർ 5 years എന്നോട് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ ഒരു പ്ലാൻ സ്റ്റാർട്ടപ്പിൻ്റെ പ്ലാനിങ്ങിലാണ്. സോ അതിൻ്റെ ആ പ്ലാനിങ് ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ലൈഫിലൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുക. റിസൾട്ട് വരും, മേ ബി കുറേ തോറ്റു പോകും. എനിക്ക് ആദ്യം എക്സാംസ് വരുമ്പോൾ പ്രിലിംസ് കിട്ടും, പിന്നെ മെയിൻസ് കിട്ടില്ല. മെയിൻസിലെ മെയിൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ മെയിൻസും ഇത് PSCയുടെ മെയിൻസ് മാത്രമല്ല. സോ ഇന്ത്യയിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എടുത്ത് നോക്കിയോ ഇതൊക്കെ മെയിൻസാണ് പ്രശ്നമുള്ളത്. UPSCയുടെ എക്സാംസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ടൈം എടുക്കും, സമയം എടുക്കും. നമ്മൾ വളരെ കൂളാവും കുറച്ച് കഴിഞ്ഞാൽ, പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റായിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയം ആശംസിച്ചുകൊണ്ട് നല്ല ഈ വീഡിയോ നിർത്തുന്നു. കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അവസാനത്തേക്ക് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. മേ ബി നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിനൊക്കെ വരികയാണെങ്കിൽ. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.